ഹലോ, സബീന കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അമൃതം പൊടി കൊണ്ടൊരു കുണ്ടുണ്ടാക്കാൻ പോവുകയാണ്. ചെറിയ മണിപ്പുട്ട് പോലത്തെ കുണ്ട്. നല്ല അമൃതം പൊടി എന്ന് പറയുമ്പോൾ നല്ല കൊച്ചു പിള്ളേർക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ്. ഇത് എന്താ വേണ്ട ഉണ്ടാക്കാം നമുക്ക്. ഞാനിപ്പം ബോണ്ട ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് കുഴച്ചപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം ഇത്തിരി നേരം അരമണിക്കൂർ കുഴച്ച് വയ്ക്കണം. അപ്പോൾ ഞാൻ കറണ്ടില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്, ഒരു ഏത്തപ്പഴം അരച്ച് ചേർത്തിട്ടുണ്ട്, തേങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്, ശർക്കര പാനി ചേർത്താണ് മാവ് കുഴച്ചത്. കുറച്ച് മതി. എന്നിട്ട് ശകല സോഡാപ്പൊടിയൊക്കെ ഇട്ട് കുണ്ടിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചു. ഇനി അത് ചെറിയ ചെറിയ ബോൾ പിടിച്ച് നമ്മൾ ഇത്ര ചെറിയ ബോൾ പിടിച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഞാൻ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്ത് ബോൾ പിടിച്ചിടണം. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ബോൾ പിടിച്ച് അതിനകത്ത് ഇടാൻ പോവുകയാണ്. കൊച്ചു കൊച്ചു ചെറിയ കുഞ്ഞു ബോളാകുമ്പോൾ പിള്ളേർക്ക് തിന്നാൻ എളുപ്പമാണ്. വേണ്ട, ചെറിയ കുഞ്ഞു കോലിയുടെ അത്രയും ആവാവും കേട്ടോ. വേണ്ടതാണ് നമ്മൾ ബോണ്ടയുടെ കളറ്, അമൃതം പൊടിയുടെ കളറ് കറുത്ത് തന്നെ ഇരിക്കുന്നത്. കറണ്ടില്ല, വെട്ടമില്ല കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ട.